കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ പുളിക്കൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ നവീകരണ കലശവും ദേവീദേവന്മാരുടെ പുനർപ്രതിഷ്ഠാ ചടങ്ങുകളും ജനുവരി 17 മുതൽ 22 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂവാറ്റുപുഴ പുളിക്കൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ നവീകരണ കലശവും ദേവീദേവന്മാരുടെ പുനഃപ്രതിഷ്ഠയും നാളെ മുതൽ 22 വരെ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ താഴെപ്പട സമർപ്പണം എന്ന് പറയുന്നത് നാളെ, അതായത് ജനുവരി 17 രാവിലെ 9 മണിക്ക് ബഹുമാനപ്പെട്ട ശിവനാചാരി നിർവഹിക്കുന്നതാണ്. അതിനുശേഷം വൈകിട്ടാണ് നമ്മുടെ പുനഃപ്രതിഷ്ഠ കർമ്മങ്ങൾ, പൂജകൾ തുടങ്ങുന്നത്. അത് ക്ഷേത്രം തന്ത്രി മനയത്താട്ട് അനിൽ ദിവാകരൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളത് നടത്തുന്നത്. അത് നാളെ വൈകിട്ട് നമ്മൾ തുടങ്ങും. ഏതാണ്ട് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജാതി കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. പിന്നീട് നമുക്ക് പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ സർപ്പപ്രതിഷ്ഠയാണ്. സർപ്പപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ വളരെയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. നമുക്കെല്ലാം അറിയാം, നമ്മൾ സർപ്പങ്ങളെ സ്നേഹിച്ചാൽ അതിലപ്പുറം നമുക്ക് പ്രയോജനം കിട്ടും എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ സർപ്പത്തിൻ്റെ പുനഃപ്രതിഷ്ഠ വെള്ളിയാഴ്ചയാണ് നടത്തുന്നത്, രാവിലെ മുതൽ. നാളെ വൈകിട്ട് 6-ന് ആചാര്യവരണം, ദീപാരാധന, ഗണപതി പൂജ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. പിറ്റേന്ന് വെളുപ്പിന് 6-ന് നിർമാല്യവന്ദനം, അഭിഷേകം തുടങ്ങിയവയും ഉണ്ടാകും. തുടർന്ന് 8 മണിയോടെ ബിംബശുദ്ധി കലശാഭിഷേകം, വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ. 19-ന് രാവിലെയാണ് സർപ്പത്തിന്റെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ. ചടങ്ങുകൾക്ക് പുതുക്കുളമില്ലം കേശവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. പ്രഭാത ചടങ്ങുകൾക്ക് ശേഷം 9 മണിയോടെ സർപ്പപൂജയും സർപ്പപ്രതിഷ്ഠയും നടക്കും. സമാപന ദിവസമായ 22-ന് പുനഃപ്രതിഷ്ഠ നടക്കും. രാവിലെ 10:15-നും 12-നും മധ്യേയാണ് ചടങ്ങുകൾ. മുഖ്യാചാര്യൻ മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി രാജേഷ് ശർമ്മ തട്ടക്കുഴ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് പി കൃഷ്ണകുമാർ, രക്ഷാധികാരി അഡ്വക്കേറ്റ് PB മോഹൻകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.